Hello everyone, welcome to Say Cheers. ഇന്നൊരു പാലക്കാടൻ വിഷു കഞ്ഞിയാണ് കേട്ടോളൂ. ഇത് വിഷുവിന് ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ്. നമ്മുടെ പാലക്കാട് ഭാഗത്ത് ഇത് കുറച്ച് പോപ്പുലറാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിൽ അരക്കപ്പ് മട്ടയരി എടുത്തിട്ട് നന്നായിട്ട് കഴുകണം. മട്ടയരി വേകാൻ കുറച്ച് കൂടുതൽ സമയം വേണമല്ലോ, അതുകൊണ്ട് ഇതിനെ ആദ്യം കഴുകി കുക്കറിലിട്ടിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 വിസിലിന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചോളൂ. ഇനി ഒരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് പുളി അവരക്ക എടുക്കണം. വേറൊരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് ചെറുപയറിൻ്റെ ആ പരിപ്പില്ലേ, മഞ്ഞ കളർ, അത് എടുക്കണം. ഇനി ആ പുളി അവരക്ക ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം, ഒരു ലൈറ്റ് ബ്രൗൺ കളറാകണ വരെ. പുളി അവരക്കയുടെ കളറൊക്കെ ഒന്ന് മാറി അപ്പോൾ അതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പ് നമ്മൾ ഒന്ന് ബ്രൗൺ ആകണ വരെ വറുത്തെടുക്കണം. ഞാൻ വൈറ്റ് കളറാണ് പുളിയവരൊക്കെ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ചുവന്നതും എടുക്കാട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചുവപ്പ് കളർ ഇല്ല, അതുകൊണ്ട് ഞാൻ വെള്ളം എടുത്തു. ഈ ചെറുപയർ പരിപ്പും ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കും. അതിലൊരു അരമുറി തേങ്ങയെക്കാട്ടിലും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് ചുടുവെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല. ഒരു പാത്രത്തിന് മേലെ ഒരു തുണിയോ അരിപ്പയോ വെച്ചിട്ട് നമ്മൾ അരച്ചതിനെ അതിൽ കൊട്ടിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് 1/4 പാല് കിട്ടും, തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും. അതിനെ മാറ്റി വെച്ചോളൂ. കുറച്ച് നല്ല പാലുള്ള തേങ്ങ നോക്കി എടുക്കണം. ഒരുപാട് മൂത്ത തേങ്ങ ആകുമ്പോൾ അതിൽ നല്ലോണം പാല് കിട്ടില്ല. ഇനി ആ തേങ്ങയുടെ ചണ്ടി ഒന്നും കൂടെ മിക്സിഡ് ജാറിലിട്ട് കൊടുത്ത് കുറച്ചുകൂടെ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇതുപോലെ 2/2 പാൽ എടുക്കണം. സ്പൂൺ കൊണ്ട് ചിലപ്പോൾ മുഴുവൻ കിട്ടിയെന്ന് വരില്ല, അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഈ ചണ്ടി കളയണം. 2/2 പാലിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ 2/2 പാൽ കിട്ടി. ഇനി ഒരു പാത്രത്തിൽ ഒരു 1/2 കപ്പ് പച്ചരി എടുത്തിട്ട് അതിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഈ പുളിയവരക്കയും ഒന്ന് പൊടിച്ചെടുക്കുക മിക്സിയിൽ. പുളിയവരക്കയും ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ മുകളിൽ പറന്ന് വരും. അപ്പോൾ അതിനെ ഒന്ന് കളഞ്ഞിട്ട് കുക്കറിൽ നമ്മൾ ഈ അരിയും ചെറുപയർ പരിപ്പും പുളിയവരക്കയും ചേർക്കണം. ആ 2/2 പാലും ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1-2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വേവിക്കണം. കഞ്ഞി ആയതുകൊണ്ട് അരി നല്ലോണം വേകണം. അതുകൊണ്ട് നിങ്ങളുടെ അരിയുടെ വേവ് അനുസരിച്ച് വിസിൽ വെച്ചോളൂ. നമ്മൾ മട്ടയരിക്ക് പകരം പുഴുങ്ങലരി എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പുഴുങ്ങലരിയും പച്ചരിയും ചെറുപയർ പരിപ്പും കൂടെ വേവിക്കണം. അതെല്ലാം നമുക്ക് 2/2 പാലിലോ 3/4 പാലിലോ കുറച്ച് വെള്ളം ചേർത്തി വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം റിലീസായ ശേഷം അത് തുറന്ന് നോക്കുമ്പോൾ നല്ലോണം കുഴഞ്ഞിട്ടുണ്ട്, പക്ഷേ വെള്ളം വറ്റിയിരിക്കുന്നു. ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ചെറിയ തീയിലിട്ട് ഇതിനെ 1-2 മിനിറ്റ് തിളപ്പിക്കണം. വെള്ളം പോരാ തോന്നുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണെന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, 2-3 പിടി. തേങ്ങയുടെ അളവൊക്കെ അവനവൻ്റെ സൗകര്യം പോലെ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ഏറ്റവും തീ ചുരുക്കിയിട്ട് നമ്മൾ അതിലേക്ക് 1/4 പാൽ ചേർത്ത് കൊടുക്കണം. ഇനി 1 മിനിറ്റ് ആ ചെറിയ തീയിൽ കിടന്ന് വേകട്ടെ. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇരിക്കും തോറും കൊഴുക്കും. അപ്പോൾ അതുകൊണ്ട് ലേശം കൂടെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെക്കുക തന്നെ. ഇതിനെ ചമ്മന്തിയും പപ്പടവും ഉപ്പിലിട്ടതോ പുഴുക്കോ ഒക്കെ കൂട്ടി കഴിക്കാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. ബൈ.